ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിലെ മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡിൽ നമ്മൾ റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളും അതുപോലെ ചാനലൈസേഷൻ പ്രോട്ടോക്കോളുമാണ് ഇതിൽ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് അത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ. In controlled access, a station consult one another to find which station has the right to send. A station cannot send unless it has been authorized by other stations. That means controlled access protocol നമ്മൾ ചെയ്യുന്നത് ഒരു കൺട്രോളിംഗ് ആണ്. അതായത് ഓരോ സ്റ്റേഷനും ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോള്, അത് ഏത് സ്റ്റേഷൻ ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളൊരു ഓവറോൾ കൺട്രോളിങ് ചെയ്യുന്നതാണ് കൺട്രോൾഡ് ആക്സസ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻലി 3 മെത്തേഡുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിസർവേഷൻ, ദെൻ പോളിംഗ് ആൻഡ് ടോക്കൺ പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിസർവേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ടൂറ് പോകാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ്, അതെന്ത് ചെയ്ത് ട്രെയിനിൽ ഒരു സീറ്റ് നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ റിസർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു കൊളീഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു റാൻഡമായിട്ടൊരു സീറ്റിൽ പോയിരുന്നു, അപ്പോൾ അവിടെ വേറൊരു സ്റ്റേഷനിൽ തന്നെ വേറൊരാൾ വന്നിട്ട് ആ സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൊളീഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ റിസർവ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ആ ഒരു കൊളീഷൻ അവിടെ സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളിലുള്ള റിസർവേഷൻ മെത്തേഡിൽ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റേഷനും ഓരോ റിസർവേഷൻ കൊടുക്കുകയാണ്. അതായത് ഡാറ്റ എപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഏത് സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു റിസർവേഷനായിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം ഓരോ സ്റ്റേഷനിലും. ഇൻ റിസർവേഷൻ മെത്തേഡ്, എ സ്റ്റേഷൻ നീഡ്സ് മേക്ക് എ റിസർവേഷൻ ബിഫോർ സെൻഡിങ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും, ആദ്യം റിസർവേഷൻ ബുക്ക് ചെയ്യും. ദ ടൈം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻ്റർവെൽസ്. ഇൻ ഈച്ച് ഇൻ്റർവെൽ എ റിസർവേഷൻ ഫ്രെയിം പ്രസിഡൻസ് ദ ഡാറ്റ ഫ്രെയിം സെൻഡ് ദാറ്റ് ഇൻ്റർവെൽ. ഏത് ടൈമിലാണോ നമുക്ക് ഡാറ്റ റിസർവ് ചെയ്ത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റിസർവേഷൻ ടൈം കിട്ടിയത്, ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യുക. ഇതാണ് റിസർവേഷൻ മെത്തേഡ്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് കൊളീഷൻ മാക്സിമം കുറക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് പോളിംഗ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾഡ് ആക്സസ് മെത്തേഡിലെ ഒരു സെക്കൻഡ് മെത്തേഡാണ് പോളിംഗ്. Polling work with topologies in which one device is designated as a primary station and other devices as secondary station. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾ ഓർ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു സ്റ്റേഷൻ എന്ത് ചെയ്യും, പ്രൈമറി സ്റ്റേഷനായിട്ടും ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി സ്റ്റേഷനായിട്ടും വരും. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡറി സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ 1 or more സ്റ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പോളിങ്ങിൻ്റെ കേസിൽ പ്രൈമറി സ്റ്റേഷനാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആര് എപ്പോൾ ഡാറ്റനെ സെൻഡ് ചെയ്യണം, ഏത് സമയത്ത് ഏത് സ്റ്റേഷൻ സെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രൈമറി സ്റ്റേഷൻ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ദെൻ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി സ്റ്റേഷൻസിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ദ പ്രൈമറി ഡിവൈസ് കൺട്രോൾ ദ ലിങ്ക്, ദ സെക്കൻഡറി ഡിവൈസസ് ഫോളോസ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്. പ്രൈമറിയുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എന്ത് സെക്കൻഡറി ഡിവൈസസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇഫ് പ്രൈമറി വാണ്ട് ടു റിസീവ് ഡാറ്റ, it asks the secondaries if they have anything to send. This called poll function. അതായത് പ്രൈമറി സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സെക്കൻഡറി സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഇങ്ങനെ ഇന്ന ഡാറ്റ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെൻഡ് ചെയ്യും. ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് പോൾ ഫങ്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. If primary want to send a data, it tells secondary to get ready to receive this
കോൾഡ് സെലക്ട് ഫംഗ്ഷൻ. അപ്പോൾ പ്രൈമറി എന്തെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡറിൻ്റെ അടുത്ത് പറയും, ഏത് സ്റ്റേഷനോടാണോ വേണ്ടത് ആ സ്റ്റേഷൻ്റെ അടുത്ത് പറയും, ഡാറ്റ ഞാനിങ്ങനെ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, നീ റിസീവ് ചെയ്യാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സെലക്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേഷന് ഒരു ഡാറ്റ ആവശ്യമുണ്ട്, ആ ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷന് നമ്മൾ മെസ്സേജ് അയക്കുകയാണ്. അതിനാണ് പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പോള്. നെക്സ്റ്റ് ഓക്കെ, ടോക്കൺ പാസിങ്ങിൽ എന്താ വരുന്നത്? ഇൻ ദിസ് മെത്തേഡ് ദ സ്റ്റേഷൻ ഇൻ എ നെറ്റ്വർക്ക് ആർ ഓർഗനൈസ്ഡ് ഇൻ എ ലോജിക്കൽ റിംഗ്. നമ്മൾ റിംഗ് ടോപ്പോളജീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു ലോജിക്കൽ റിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേഷൻസിനെ ഓർഗനൈസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് for each station there is a predecessor and a successor. The predecessor is the station in which logically before the station in the ring, and the successor is the station which is after the station in the ring. അതായത് നമ്മളൊരു സ്റ്റേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീഡിസിസർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള സ്റ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്സസർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോജിക്കൽ റിംഗ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രീഡിസിസറും സക്സസറും ഉണ്ടായിരിക്കും. ദ കറണ്ട് സ്റ്റേഷൻ ഈസ് വൺ ദാറ്റ് ഇറ്റ് ഈസ് ആക്സസിങ് ദ ചാനൽ നൗ. The right to this access has been passed from predecessor to the current station. The right will be passed to the successor when the current station has no more data to send. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീഡിസസറും ഉണ്ടായിരിക്കും സക്സസറും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡാറ്റ ഒരു സ്റ്റേഷൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേഷന് പ്രീഡിസസറിൻ്റെയും സക്സസറിൻ്റെയും അഡ്രസ്സ് ആയിരിക്കും, അവരുടെ ലൊക്കേഷൻ എന്തായിരിക്കും അറിയും. ഓക്കെ, എ സ്പെഷ്യൽ പാക്കറ്റ് കാർഡ് ടോക്കൺ സർക്കുലേറ്റ് ത്രൂ ദ റിംഗ്. ദ പൊസിഷൻ ഓഫ് ദ ടോക്കൺ ഗീവ്സ് ദ സ്റ്റേഷൻ ദ റൈറ്റ് ടു ആക്സസ് ചാനൽ ആൻഡ് സെൻഡ് ഇറ്റ്സ് ഡാറ്റ. അപ്പോൾ ഒരു ടോക്കൺ, അതായത് ഒരു സ്പെഷ്യൽ പാക്കറ്റ് ഉണ്ടായിരിക്കും ടോക്കൺ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റേഷൻസിനെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റേഷൻ മീൻസ് എന്താണ്, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റംസ് ആണ് അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലോജിക്കൽ റിംഗ് കോൺസെപ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലെന്തുണ്ടാവും, ഒരു സ്പെഷ്യൽ പാക്കറ്റ് ഉണ്ടാവും, ആ സ്പെഷ്യൽ പാക്കറ്റിനെ പറയുന്നതാണ് ടോക്കൺ. അപ്പോൾ നമ്മൾ ഈ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യും, എല്ലായിടത്തും സ്റ്റേഷനിലേക്ക് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഏത് സ്റ്റേഷൻ്റെ കയ്യിലാണോ ടോക്കൺ ഉള്ളത് ആ ടോക്കൺ ഉള്ള സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടോക്കൺ ആരുടെ ഏത് സ്റ്റേഷൻ്റെ കയ്യിലാണോ ഉള്ളത് ആ സ്റ്റേഷൻ എന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഈ ടോക്കൺ റിലീസ് ചെയ്യും. ദെൻ ഈ ടോക്കൺ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും. ദെൻ ആ സ്റ്റേഷൻ ടോക്കൺ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ സ്റ്റേഷനും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ വീണ്ടും അതിനെന്ത് ചെയ്യും, ആ ഡാറ്റിനെ വീണ്ടും ആ ടോക്കണെ വീണ്ടും പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടോക്കൺ പാസിങ് മെത്തേഡിൽ പറയുന്നത്. നെക്സ്റ്റാണ് ചാനലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. The channelization is a multiple access method in which available bandwidth of a link shared in the time, frequency or through code between different stations. ഈ ചാനലൈസേഷൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ അതിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ ടൈമിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്റ്റേഷൻസിന് അത് നമ്മൾ എന്ത് ചെയ്യും, ഷെയർഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻലി 3 ചാനലൈസേഷൻ പ്രോട്ടോകോൾസാണ് പറയുന്നത്. ഒന്ന് FDMA, സെക്കൻഡ് TDMA ആൻഡ് തേർഡ് CDMA.
FDMA means frequency division multiple access എന്നാണ്. In FDMA, available bandwidth is divided into frequency bands. Each station is allocated a band to send the data. നമ്മൾ ഇതിനെന്ത് ചെയ്യും, ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ഫ്രീക്വൻസി ബാൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റേഷനിലേക്കും അവരുടേതായിട്ടുള്ള ഫ്രീക്വൻസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ദെൻ ആ ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ ഏത് സ്റ്റേഷനാണോ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക അവർ ഡാറ്റ സെൻഡ് ചെയ്യും. ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. നെക്സ്റ്റ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. In TDMA, the station is shared bandwidth of the channel in time. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ്. Each station is allocated to a time slot during which it can send a data. ഏത് സമയത്താണോ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഓരോ സ്റ്റേഷൻസിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ബാൻഡ് വിഡ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ആ ടൈം എത്തുമ്പോൾ ഏത് സ്റ്റേഷനാണോ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുള്ളത്, ദെൻ ആ സ്റ്റേഷൻ എന്ത് ചെയ്യും, ഡാറ്റനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് TDMA എന്ന് പറയുന്നത്. നെക്സ്റ്റ്, CDMA, ദാറ്റ് ഈസ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ പറയുന്നത് വൺ ചാനൽ ക്യാരീസ് ഓൾ ട്രാൻസ്മിഷൻ സൈമൾട്ടേനിയസ്ലി. ഒരു ചാനൽ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ക്യാരീസ് ഓൾ ട്രാൻസ്മിഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാ ട്രാൻസ്മിഷനെയും കൂടി എല്ലാതും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു കൊളീഷൻ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മളെ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിൻ്റെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ്, വയേർഡ് ലാൻസ് ആണ് പറയുന്നത്. വയേർഡ് ലാൻ ആൻഡ് വയർലെസ് ലാൻ നമുക്ക് പഠിക്കാനുണ്ട്. വയേർഡ് ലാനിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈതർനെറ്റ് വയേർഡും ആയിരിക്കും വയർലെസ്സും ആയിരിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വയേർഡ് ലാൻസിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് ഈതർനെറ്റ്. Local area network is a computer network that is designed for a limited geographic area such as building or a campus. നമ്മൾ നെറ്റ്വർക്കിൻ്റെ കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ലാൻ എന്ന് പറയുന്നത് ചെറിയൊരു സ്മോൾ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലോ നമ്മൾ ഒരു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനാണ് ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. The LAN market has been several technologies such as Ethernet, token ring, token bus, FTDI and ATM LANs, but Ethernet is by far dominant technology. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ലാൻ മാർക്കറ്റിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ഈതർനെറ്റ് ഉണ്ട്, ടോക്കൺ റിങ്, ടോക്കൺ ബസ്, FTDI എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് മെയിൻലി ഡോമിനൻ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഈതർനെറ്റ് തന്നെയാണ് കേട്ടോ. ദെൻ IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എ കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് IEEE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് സ്റ്റാർട്ട് എ project called Project 802 to set a standard to enable intercommunication among equipment from a variety of manufacturers. A standard was adopted by ANSI. The ISO also approved as international standard. The relationship of 802 സ്റ്റാൻഡേർഡ് ടു ട്രഡീഷണൽ OSI, അതായത് നമ്മൾ ഒരു ഓരോരുത്തർക്കും ഓരോരോ സ്റ്റാൻഡേർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് IEEE സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 802 എന്ന് പറയും. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫിസിക്കൽ ലെയർ ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ മീഡിയ ആക്സസ് കൺട്രോൾ, ദെൻ ലോജിക്കൽ ആക്സസ് കൺട്രോൾ. അതെന്താണ്, നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറാണ് കേട്ടോ. ഈ മീഡിയ ആക്സസ് കൺട്രോളും ദെൻ അതുപോലെ ലോജിക്കൽ ലിങ്ക് കൺട്രോളും ഇതൊക്കെ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്നതാണ്. ദെൻ നെറ്റ്വർക്ക് ലെയർ അല്ലേ. ഇത് OSI ലെയറിൽ നമ്മൾ ഓരോന്നിനും ഡാറ്റ ലിങ്ക് ലെയറിലുള്ള ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാണ്, IEEE സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. IEEE has subdivided the data link layer into two sublayers, logical link control and media access control. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ IEEE 802 ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് എ പാർട്ട് ഓഫ് ഫ്രെയിമിംഗ് ഡ്യൂട്ടീസ് ആർ
കളക്റ്റഡ് ഇൻറ്റു വൺ സബ് ലെയർ കോൾഡ് LLC. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പർ ലെയറിൽ പറയുന്നതാണ് LLC, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ. അതിൽ വരുന്നതാണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. ആൻഡ് LLC provide one single data link control for all IEEE LANs. In this way, the LLC is different from the media access control sublayer, which provide different protocols for different LANs. ഇത് ഓരോ ഡിഫറെൻറ്റ് ലാൻസിനും ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്. അതായത് ഇതിൻ്റെ ഫ്രെയിം കണ്ടെയ്ൻ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടോ, DSAP, ദെൻ SSAP, കൺട്രോൾ, അപ്പർ ലെയർ ഡാറ്റ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ, ഡാറ്റ ലിങ്ക് ലെയറിലുള്ള ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ കണ്ടെത്തുക. ഓക്കെ, DSAP എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ സർവീസ് ആക്സസ് പോയിൻ്റ്, SSAP എന്ന് പറഞ്ഞാൽ സോഴ്സ് സർവീസ് ആക്സസ് പോയിൻ്റ്, ദെൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യൂസ് ടു എറർ കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ, ദെൻ അപ്പർ ലെയർ ഡാറ്റ. ഇവിടെയാണ് നമ്മളെ ഡാറ്റ ഉണ്ടാവുക. ബാക്കിയെല്ലാം എന്താ ഉണ്ടാവുക, നമ്മളെ കൺട്രോളും അതുപോലെ സോഴ്സ് സർവീസ് ആക്സസ് പോയിൻറ്റും ദെൻ അതുപോലെ ഡെസ്റ്റിനേഷൻ സർവീസ് ആക്സസ് പോയിൻ്റാണ് ഉണ്ടായിരിക്കുക. ഇനി മീഡിയ ആക്സസ് കൺട്രോളിൽ നമ്മളിപ്പോൾ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ പറഞ്ഞു. നെക്സ്റ്റ് മീഡിയ ആക്സസ് കൺട്രോളിൽ എന്താ ഉണ്ടായിരിക്കുക, IEEE 802 has created a sublayer called Media Access Control that define a specific access method for each LAN. ഓരോ ലാനിലും വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആക്സസ് മെത്തേഡാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഫ്രെയിം കണ്ടെയ്ൻ ചെയ്യുന്നത് നോക്ക്, പ്രിയാമ്പിൾ അല്ലേ, അത് 7 ബൈറ്റ്. നെക്സ്റ്റ് SFD, അത് 1 ബൈറ്റാണ്. പിന്നെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് 6 ബൈറ്റ്, സോഴ്സ് അഡ്രസ്സും അതുപോലെ തന്നെ 6 ബൈറ്റ്, പിന്നെ ലെങ്ത്ത് 2 ബൈറ്റ്, പിന്നെ ഡാറ്റ ആൻഡ് പാഡിങ്, നമുക്ക് തരുന്ന ഡാറ്റ അതിലാണ് എന്ത് വരുന്നത്, DSAP ആൻഡ് SSAP കൺട്രോൾ ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, അത് 4 ബൈറ്റ്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ preamble. It is alert the receiving system to coming frame and enable it to synchronize its input time. ഇതെന്താണെന്ന് വെച്ചാൽ റിസീവിങ് സിസ്റ്റത്തിന് ഒരു അലേർട്ട്നെസ് കൊടുക്കുന്നതാണിത്. ഇറ്റ് അലേർട്ട്സ് ദ റിസീവിങ് സിസ്റ്റം ടു കമ്മിങ് ഫ്രെയിം, കമ്മിങ് ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു അലേർട്ട് കൊടുക്കുകയാണ്. അതാണ് പ്രിയാമ്പിൾ. നെക്സ്റ്റ് സ്റ്റാർട്ട് ഫ്രെയിം ഡെലിമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് SFD-ൻ്റെ ഫുൾ ഫോമാണ് സ്റ്റാർട്ട് ഫ്രെയിം ഡെലിമിറ്റർ. ഇറ്റ് സിഗ്നൽ ദ ബിഗിനിങ് ഓഫ് ദ ഫ്രെയിമിൻ്റെ ബിഗിനിങ്ങിലാണ് ഈ ഒരു സിഗ്നൽ ഉണ്ടായിരിക്കുക. ദ SFD വാണ്ട്സ് ദ സ്റ്റേഷൻ ഓർ എ സ്റ്റേഷൻസ് ദാറ്റ് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഓഫ് ദ സിങ്ക്രൊണൈസേഷൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്ത്, ഫ്രെയിമിൻ്റെ ഫസ്റ്റ് ലൈനിൽ നമ്മളെന്ത് കൊടുക്കുക, ഈ ഒരു ഇത് കൊടുക്കുക, SFD എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ട് ഫ്രെയിം ഡെലിമിറ്റർ കൊടുക്കുക. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ഓർ സ്റ്റേഷൻസ് ടു റിസീവ് പാക്കറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലുണ്ടാവുക. ദെൻ സോഴ്സ് അഡ്രസ്സിൽ എന്തായിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ സെൻറ്ററിൻ്റെ അഡ്രസ്സായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ലെങ്ത്ത് ഓർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്ത് ടു ഡിഫൈൻ നമ്പർ ഓഫ് ബൈറ്റ്സ് ഇൻ ദ ഡാറ്റ ഫീൽഡിലുള്ള നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് ലെങ്ത് ആയിട്ട് പറയുന്നത്. ദെൻ ഡാറ്റ, ദിസ് ഫീൽഡ് ക്യാരീസ് ഡാറ്റ എൻകാപ്സുലേറ്റഡ് ഫ്രം ദ അപ്പർ ലെയർ പ്രോട്ടോകോൾ. ദെൻ അതിൻ്റെ കപ്പാസിറ്റി, ബൈറ്റ്സ് കപ്പാസിറ്റി പറയുന്നുണ്ട് കേട്ടോ, 46 to 1500 വരെയുള്ളതാണ് അതിൻ്റെ ബൈറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ CRC, ഇറ്റ് കണ്ടെയ്ൻ എറർ ഡിറ്റക്ഷൻ ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ഇനി സ്റ്റാൻഡേർഡ് ഹാസ് ഗോൺ ത്രൂ 4 ജനറേഷൻ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു, നമ്മൾ IEEE സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് 4 ജനറേഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ജനറേഷനാണ് സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് 10 Mbps ആയിരുന്നു. ദെൻ ഫാസ്റ്റ് ഇഥർനെറ്റ് അത് 100 Mbps ആണ്. ജിഗാബിറ്റ് ഇഥർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 Gbps-ഉം 10 ജിഗാബിറ്റ് ഈഥർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 Gbps ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ കാണുന്നുണ്ടോ, അതായത് ഈഥർനെറ്റിൽ അതിൻ്റെ ഇവല്യൂഷനായിട്ട്, ഈഥർനെറ്റിൻ്റെ എവല്യൂഷനായിട്ട് അല്ലെങ്കിൽ ആ ജനറേഷനായിട്ട് പറയുന്നത് 10 Mbps ഉണ്ട് അല്ലേ.
10 Mbps, ദെൻ അതുപോലെ ഈതർനെറ്റ് 100 Mbps, 1 Gbps ആൻഡ് 10 Gbps ആണ്. രണ്ടും ഒരു പിക്ചറാട്ടോ, അത് ഞാൻ ആഡ് ചെയ്തപ്പോൾ എന്തോ മാറിപ്പോയതാണ്. നെക്സ്റ്റ് ഇതിൽ സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് കോമൺ ഇംപ്ലിമെൻറ്റേഷൻസ് ആയിട്ട് വരുന്നത് 10/5, 10/2, 10/T, 10/F. ഇതിൽ 10/5 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ബസ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തിക്ക് കൊയാക്സിയൽ കേബിളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 10/2 ബസ് ടോപ്പോളജി തന്നെയാണ്, പക്ഷേ തിൻ കൊയാക്സിയൽ കേബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ 10/T ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ UDP ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ് ഇതിൽ യൂസ് ചെയ്യുക. ദെൻ 10/F സ്റ്റാർ ടോപ്പോളജിയാണ്, അതുപോലെ ഫൈബർ കേബിൾസാണ് ഇതിൽ യൂസ് ചെയ്യുക 10/F കേട്ടോ. എഫും ടിയും വെച്ച് നമുക്ക് മനസ്സിലാകും. എഫ് ഫൈബറും ദെൻ ടി UTP എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇനി ഓരോന്നും എന്താ നോക്കാം. 10/5 നമ്മൾ പറഞ്ഞു തിക്ക് ഈതർനെറ്റാണ്. ദ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കാൾഡ് 10 തിക്ക് ഈതർനെറ്റ് ഓർ തിക്ക് നെറ്റ് എന്നൊക്കെ ഇതിനെ പറയാം. The nickname derives from the size of cables which is roughly size of garden house. നമ്മൾ ഗാർഡൻ ഹൗസിലെ അതിൻ്റെയൊക്കെ ഒരു സൈസ് പോലെയാണ് ഇതുണ്ടായിരിക്കുക. ആൻഡ് ടു സ്റ്റിഫ് ടു ബെൻഡ് വിത്ത് യുവർ ഹാൻഡ്സ്. ഇതാണ് 10/5. ഇൻ 10/2 നമ്മൾ പറഞ്ഞു തിൻ ഈതർനെറ്റാണ്. ദ സെക്കൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കാൾഡ് 10/2 തിൻ ഈതർനെറ്റ് ഓർ ചീപ്പർ നെറ്റ്. നമ്മൾ നേരത്തെ തിക്ക് നെറ്റ് പറഞ്ഞു 10/5. ദെൻ 10/2 എന്ത് പറയും? ചീപ്പർ നെറ്റ് എന്ന് പറയും. ദെൻ 10/2 ഓൾസോ യൂസസ് ബസ് ടോപ്പോളജി ബട്ട് കേബിൾ is much thinner and more flexible. The cable can be bent to pass very close to station. നമ്മൾ പറഞ്ഞു 10/5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ 10/2 നമുക്ക് തിൻ ഈതർനെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി 10/T എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് പെയർ ഈതർനെറ്റാണ്. 10/T യൂസസ് ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. The stations are connected to a hub via 2 pairs of twisted cable. നമ്മൾ പറഞ്ഞു ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ എന്താണ്, സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു എ ഹബിലേക്കാണ് കണക്ഷൻ വരിക. ഇനി 10/F കേട്ടോ, അത് ഫൈബർ ഈതർനെറ്റാണ് യൂസ് ചെയ്യുന്നത്. 10/F യൂസസ് സ്റ്റാർ ടോപ്പോളജി ടു കണക്ട് സ്റ്റേഷൻ ടു ദ ഹബിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്ന ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർ ടോപ്പോളജിയാണ് 10/F. അതുപോലെ ഫൈബർ ഈതർനെറ്റാണ്. ദ സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു എ ഹബ് യൂസിങ് 2 ഫൈബർ കേബിൾസ്, ഒപ്റ്റിക് കേബിൾസാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് വയേർഡ് ലാനിൽ നമ്മൾ പറയുന്നത്. ഇനി വയർലെസ് ലാൻ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.